പലരും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എല്ലാം തികഞ്ഞതുകൊണ്ടല്ല, ഉള്ളു കരയുമ്പോഴും മുഖത്ത് ചിരി വരുത്താൻ പഠിച്ചതുകൊണ്ടാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുക. അത് കുടുംബങ്ങളാകട്ടെ, സ്നേഹബന്ധമാകട്ടെ, സുഹൃത്ത് ബന്ധങ്ങളാവട്ടെ. മൂല്യം നൽകുന്തോറും അടുപ്പവും സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല, എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നല്ലതാണെന്ന് ബോധ്യമായാൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ സ്വഭാവം. നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് കരുതിയവരും കാലത്തിനനുസരിച്ച് മാറിയേക്കാം. ഏതൊരു ബന്ധത്തിൻ്റെയും ആവശ്യത്തിലധികം ആശ്രയിക്കാതിരുന്നാൽ ജീവിതത്തിൽ നിരാശപ്പെടുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിച്ചാൽ പൂർണ്ണ സന്തോഷം കണ്ടെത്താം. നമ്മളെ മറ്റുള്ളവർ അസ്വസ്ഥനാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ പ്രതികരിക്കരുത്. കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ ജോലിയല്ല. അസൂയ, പ്രതികാരം, വെറുപ്പ്, ഭയം, സ്നേഹം ഇവയുടെയൊക്കെ നല്ല കൃഷിയിടമാണ് ഹൃദയം. അതിനാൽ അതിലേക്ക് എന്ത് വിതയ്ക്കണം, എന്ത് കൊയ്യണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. പരാജയം എന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു തുടക്കമാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചാലും വിജയത്തിൻ്റെ മധുരം നുണയാം. പരാജയം ഒരു പാഠമാണ്. വിജയത്തെ പരാജയത്തിലൂടെ പഠിക്കുന്നവരാണ് അതിനെ മൂല്യം ഉള്ളതാക്കി തീർക്കുന്നത്. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നത് എന്നും പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് സമാധാനം നൽകിയെന്ന് വരില്ല. ആർക്കും സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി. ഏതൊരു കർമ്മവും വാക്കും അതെത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭിക്കുന്നില്ല, അത് ലഭിക്കുന്നത് നമ്മൾ നൽകുന്നതിലൂടെയാണ്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിനും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. അസാധ്യമായതിനെ സാധ്യമാക്കുന്നിടത്താണ് വിജയം. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. മടിയുള്ള ഒരു വ്യക്തി പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും മറ്റുള്ളവർക്കൊരു ഭാരമായി തീരുകയും ചെയ്യുന്നു. ചെയ്യേണ്ട കാര്യങ്ങളിൽ അതാത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കണം.